വാർത്തകൾ വിശദമായി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ പുക ശമിപ്പിക്കാനുള്ള ശ്രമം 10ാം ദിനവും തുടരുന്നു. ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതി സ്ഥലം സന്ദർശിക്കും. അതേസമയം മാലിന്യ ലോറികൾ എത്തിക്കുന്നതിനെതിരെ സ്ഥലത്ത് രാത്രി വൈകിയും നാട്ടുകാരുടെ പ്രതിഷേധം തുടരുന്നു. വിശദാംശങ്ങളുമായി അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, 10ാം ദിവസവും ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ പുക ശമിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ആതിര, ഏലൂരിലേക്ക് ഇവിടെ പ്രധാനമായും പുക ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതിനോടൊപ്പം തന്നെ നഗരത്തിലെ മാലിന്യം നീക്കം ചെയ്യുന്നതിൽ വലിയ ഒരു പ്രതിസന്ധി കോർപ്പറേഷൻ നേരിടുന്നുണ്ട്. അതായത് പല സ്ഥലങ്ങളിൽ നിന്നും ഈ 10 ദിവസമായിട്ടും മാലിന്യം കൃത്യമായി നീക്കം ചെയ്ത് അത് സംസ്കരിക്കാൻ കോർപ്പറേഷന് സാധിച്ചിട്ടില്ല. പല മേഖലകളിൽ നിന്നും മാലിന്യം ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ശേഖരിച്ച മാലിന്യങ്ങൾ എവിടെ ഡംപ് ചെയ്യണം, എങ്ങനെ അത് സംസ്കരിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അമ്പലമേടിലാണ് ഇതിനുള്ള സ്ഥലം. കിൻഫ്ര സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അമ്പലമേടിലാണ് ഇതിനുള്ള സ്ഥലം വിചാരിച്ചിരുന്നത്. പക്ഷെ അവിടേക്ക് എല്ലാ മാലിന്യങ്ങളും എത്തിക്കുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ സംസ്കരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടക്കില്ല. അതുകൊണ്ട് തന്നെ ബ്രഹ്മപുരത്തേക്ക് തീ പിടിക്കാത്ത സ്ഥലങ്ങളിൽ അങ്ങോട്ട് ജൈവ മാലിന്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷെ ഇതാണ് നാട്ടുകാർ തടഞ്ഞ് അത് വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. വെളുപ്പിന് 1 മണിയോടുകൂടിയൊക്കെ തന്നെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. കാരണം രാത്രിയിൽ ഈ മാലിന്യം കടത്തുകയായിരുന്നു ചെയ്തത്. അതിനുവേണ്ടി മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിന്റെ അടുത്തായിട്ട് വിവിധ ലോറികൾ നിർത്തിയിട്ടിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് പോലീസ് അകമ്പടിയോടുകൂടിയാണ് ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള ശ്രമം ഉണ്ടായത്. പക്ഷെ അത് നാട്ടുകാർ തടയുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ ഒരു സംയുക്ത സമര സമിതി തന്നെ ഇതിനുവേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ മാലിന്യം കൂടിക്കിടക്കുന്ന ഒരു കാഴ്ചയുണ്ട്. കാരണം ഇത്രയധികം മാലിന്യങ്ങൾ, 10 ദിവസത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ വലിയ പ്രതിസന്ധികളൊക്കെ തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നാണ് ഇന്നലെ മന്ത്രി പി രാജീവ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല. ഈ പുക അണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത്തരം ഉടൻ തന്നെ അണയ്ക്കുന്നതിനുള്ള പ്രവർത്തികൾ ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഈ ഇത്ര ദിവസത്തെ മാലിന്യം നീക്കം ചെയ്യുന്ന കാര്യത്തിൽ വലിയ പ്രതിസന്ധിയാണ് കോർപ്പറേഷൻ നേരിടുന്നത്. അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയുമുണ്ട്. നിലവിൽ ഈ പുക ശമിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സേനകളുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ തുടരുകയാണ്. ഇപ്പോൾ രാപകലാണ് ഇതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. രാത്രിയും സജീവമായി തന്നെ അഗ്നിശമന സേനാംഗങ്ങൾ അടക്കം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം 22 അടിയോളം ഉയരത്തിലാണ് ഈ മാലിന്യ കൂമ്പാരമുള്ളത്. അത് താഴെ പുക ശമിപ്പിക്കുന്നതിന് വേണ്ടി വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിലും താഴേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ എരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. അപ്പോൾ ഈ മാലിന്യം ഇളക്കി വെള്ളം അടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പുകയും അതുപോലെ തന്നെ ഈ മാലിന്യ പ്രശ്നങ്ങൾ, ഇപ്പോൾ നിലവിൽ 10 ദിവസത്തെ മാലിന്യങ്ങളുണ്ട്. ആ നഗരത്തിലെ ഈ മാലിന്യ പ്രശ്നവും വലിയ പ്രതിസന്ധിയാണ് കോർപ്പറേഷന് മുന്നിൽ സൃഷ്ടിക്കുന്നത്. ആതിര, ശ്രുതി, അതുപോലെ തന്നെ ഇപ്പോൾ ഏത് രീതിയിലൊക്കെയാണ് പുക ശമിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നത്? അതുപോലെ തന്നെ ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതി സ്ഥലം ഇന്ന് സന്ദർശിക്കും. എപ്പോഴാണ് സന്ദർശനം ഉണ്ടാകുക? എന്തൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷ വിമർശനമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഈ പുക ശ്വസിച്ച് കൊച്ചിക്കാർ ജീവിക്കണോ എന്ന് തുടങ്ങിയ വലിയ രൂക്ഷമായ പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ന് ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള പ്രതിനിധികൾ ബ്രഹ്മപുരം സന്ദർശിക്കും. അതോടൊപ്പം തന്നെ ഈ പുക അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇത് ഇളക്കിക്കൊണ്ടാണ്. ഇളക്കി അതിനടിയിലേക്ക് കൂടുതൽ എരിഞ്ഞിറങ്ങാതിരിക്കാനുള്ള നടപടിക്രമങ്ങളാണ് അഗ്നിരക്ഷാ സേനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ 2 കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കൂടുതൽ മെഡിക്കൽ ക്യാമ്പുകൾ ആരംഭിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 17 പേരാണ് ഇൻപേഷ്യന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. 2 പേർ ഐസിയുവിന്റെ സഹായം തേടിയിരുന്നു. എന്നാൽ ഇവരുടെ സ്ഥിതി തൃപ്തികരമാണെന്നാണ് പൊതുവിലെ വിലയിരുത്തൽ. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പേർ
തേടുന്നുണ്ട്. അതായത് ഈ നിലവിൽ ഔദ്യോഗികമായ കണക്കനുസരിച്ച് 678 പേരാണ് ചികിത്സ തേടിയത്. അതിൽ തന്നെ 421 പേര് ആരോഗ്യ വകുപ്പ് സംഘടിപ്പിച്ച ക്യാമ്പുകളിൽ എത്തിയതാണ്. ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ സ്ഥിതിഗതികൾ. ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു ഭാഗത്തുണ്ട്. മാലിന്യ പ്രശ്നം, നഗരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള സംഘം ഇന്ന് സ്ഥലം സന്ദർശിക്കും. അതോടൊപ്പം കോർപ്പറേഷൻ വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ നേരിടുന്നുണ്ട്. നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട്. ഈ പ്രതിഷേധം ശമിപ്പിക്കേണ്ടതും ഭരണകൂടത്തിന്റെ വലിയ ആവശ്യകതയാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. 10 ദിവസമായിട്ടും ഈ പുക കൃത്യമായ രീതിയിൽ ശമിപ്പിക്കാൻ സാധിക്കാത്തതും ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാത്തതുമാണ് ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾക്കും അതുപോലെ തന്നെ പ്രതിസന്ധിക്കും കാരണമായിരിക്കുന്നത്. അതിര വ്യക്തമാണ് അശ്വതി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ പുക ശമിപ്പിക്കാനുള്ള ശ്രമം 10ാം ദിനവും തുടരുന്നു. ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതി സ്ഥലം സന്ദർശിക്കും. അതേസമയം മാലിന്യ ലോറികൾ എത്തിക്കുന്നതിനെതിരെ സ്ഥലത്ത് രാത്രി വൈകിയും നാട്ടുകാരുടെ പ്രതിഷേധം തുടരുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും അശ്വതി.